ഹായ്, ഐ എം ശീതൽ മേനോൻ. ഇന്ന് നമ്മൾ ടൈൽ ജോയിന്റ് എപ്പോക്സി ഏറ്റവും എളുപ്പത്തിൽ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് പരിചയപ്പെടുത്തുന്നത്. ടൈൽ ജോയിന്റുകൾക്ക് ഗ്ലാസ് ഫിനിഷ് നൽകുന്ന ഡ്യൂറോഫിൽ ഗ്ലാസ് എപ്പോക്സിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഡ്യൂറോഫിൽ എപ്പോക്സി ഹൈ ഗ്ലോസിയാണ്, കൂടാതെ സ്റ്റെയിൻ ഫ്രീയുമാണ്, ആന്റി ബാക്ടീരിയയും ഹൈലി ഡ്യൂറബിളുമാണ്. ഇതിനുവേണ്ടി ഡ്യൂറോഫിൽ റെസിൻ കിറ്റ്, ഡ്യൂറോഫിൽ പിഗ്മെന്റ്, വൈറ്റ് സിമന്റ്, പിന്നെ ഡിസ്പോസിബിൾ ഗ്ലാസുകളും ആവശ്യമാണ്. ആദ്യം വൈറ്റ് സിമന്റിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് പേസ്റ്റ് പരുവമാക്കുക. ടൈലുകൾക്കടിയിൽ എയർ ഗ്യാപ്പുകളുണ്ടാവും. എപ്പോക്സി ആ ഗ്യാപ്പുകളിലേക്ക് ഇറങ്ങിപ്പോവാതിരിക്കാനും എപ്പോക്സി ചെലവ് കുറയ്ക്കാനും ടൈൽ ജോയിന്റുകളിൽ പകുതി ഭാഗം വൈറ്റ് സിമന്റ് നിറയ്ക്കേണ്ടതാണ്. ഒരു 3 mm ഡെപ്തിലെ എപ്പോക്സി ചെയ്യേണ്ടതുള്ളൂ. 3 mm കിട്ടുന്നതിനു വേണ്ടി ഒരു ടൈൽ സ്പേസറിന്റെ അറ്റം 3 mm കണക്കാക്കി കട്ട് ചെയ്യേണ്ടതാണ്. വൈറ്റ് സിമന്റ് ഉണങ്ങുന്നതിനു മുൻപ് കട്ട് ചെയ്ത അറ്റം ഉപയോഗിച്ച് 3 mm ഡെപ്തിൽ വൈറ്റ് സിമന്റ് റിമൂവ് ചെയ്യേണ്ടതാണ്. ഒരു തുണി ഉപയോഗിച്ച് ഫ്ലോറും ടൈൽ ജോയിന്റും നന്നായി വൃത്തിയാക്കേണ്ടതാണ്. പൊടിയോ മറ്റഴുക്കുകളോ ഉണ്ടെങ്കിൽ എപ്പോക്സിയിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, 24 മണിക്കൂർ കൊണ്ട് ഈ ഏരിയ നന്നായി ഉണങ്ങി. ഇനി നമുക്ക് എപ്പോക്സി അപ്ലൈ ചെയ്യാം. ഡ്യൂറോഫിൽ റെസിൻ കിറ്റിൽ നിങ്ങൾക്ക് 270 ഗ്രാം റെസിൻ, 135 ഗ്രാം ഹാർഡ്നർ, സ്ക്രേപ്പർ ബ്ലേഡ്, കട്ടിംഗ് ബ്ലേഡ്സ്, മെഷറിംഗ് കപ്സ്, എപ്പോക്സി ഡിസ്പെൻസർ ഗ്ലൗസ്, മിക്സിംഗ് സ്റ്റിക്സ് എന്നിവ ലഭിക്കുന്നതാണ്. ഡ്യൂറോഫിൽ എപ്പോക്സിയുടെ മിക്സിംഗ് റേഷ്യോ 2:1 ആണ്. അതായത് 2 കപ്പ് റെസിനിലേക്ക് 1 കപ്പ് ഹാർഡ്നറും, മാറാതിരിക്കാൻ ട്രാൻസ്പെറന്റ് കപ്പിൽ റെസിനും ചുവന്ന കപ്പിൽ ഹാർഡ്നറും അളക്കേണ്ടതാണ്. റെസിൻ 2 കപ്സ്, ഹാർഡ്നർ 1 കപ്പ്, ഇനി 3 മുതൽ 5 മിനിറ്റോളം നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്കാവശ്യമുള്ള പിഗ്മെന്റ് മിക്സ് ചെയ്യണം. ഡ്യൂറോഫിലിന് ഒരുപാട് കളർ ഓപ്ഷൻസുകളുണ്ട്. മെറ്റാലിക് കളറുകൾ മുതൽ പ്ലെയിൻ കളറുകൾ വരെ. മെറ്റാലിക് കളറുകളിൽ കോപ്പർ, ഗോൾഡ്, സ്പാർക്കിൾ ബ്ലൂ എക്സെട്ര. മെറ്റാലിക് കളറുകൾ ഒരു പൗഡർ ഫോമിലാണ് വരുന്നത്. പ്ലെയിൻ കളറുകൾ പേസ്റ്റ് ഫോമിലും. നമ്മളിവിടെ കാർബൺ ബ്ലാക്ക് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മിക്സ് ചെയ്തു വെച്ച മിശ്രിതത്തിലേക്ക് 8 മുതൽ 10 തുള്ളി വരെ പിഗ്മെന്റ് ആഡ് ചെയ്യേണ്ടതാണ്. ഇനി നന്നായി മിക്സ് ചെയ്യുക. പ്രധാനമായൊരു കാര്യം, റെസിനും ഹാർഡ്നറും മിക്സ് ചെയ്തു കഴിഞ്ഞാൽ 10-15 മിനിറ്റിൽ കൂടുതൽ വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ചാൽ ചൂടായി കട്ടിയാവുന്നതാണ്. അതുകൊണ്ട് മിക്സ് ചെയ്ത എപ്പോക്സി 10-15 മിനിറ്റിൽ ടൈൽ ജോയിന്റിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത് എപ്പോക്സി ഡിസ്പെൻസറിലേക്ക് ഒഴിക്കാം. അടപ്പ് നന്നായി അടച്ചതിനു ശേഷം ടൈൽ ജോയിന്റിന്റെ വലുപ്പത്തിനനുസരിച്ച് ഇതിന്റെ ടേപ്പ് കട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഇങ്ങനെ എപ്പോക്സി ടൈൽ ജോയിന്റുകളിലേക്ക് ഒഴുക്കിവിടേണ്ടതാണ്.
ഈ ബോട്ടിൽ കൂടുതലായി പ്രസ് ചെയ്യാൻ പാടില്ല. പ്രസ് ചെയ്താൽ എപ്പോക്സി കൂടുതലായി വരികയും മുകളിലേക്ക് ഉയർന്നു നിൽക്കുകയും ചെയ്യും. എപ്പോക്സി അപ്ലൈ ചെയ്ത ഉടനെ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയോ ബബിൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഉണ്ടെങ്കിൽ സ്ക്രേപ്പർ ബ്ലേഡ് ഉപയോഗിച്ച് അതിനെ ഫ്ലാറ്റൺ ചെയ്യേണ്ടതാണ്. 24 മണിക്കൂറിന് ശേഷം ടൈലിന്റെ മുകളിലേക്കായ എപ്പോക്സി ഇതുപോലെ കട്ടർ ബ്ലേഡ് ഉപയോഗിച്ച് പീൽ ചെയ്ത് കളയേണ്ടതാണ്. ഇതാ ടൈൽ ജോയിന്റുകളിൽ എപ്പോക്സി നല്ല ഗ്ലാസ് ഫിനിഷിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത് ഡ്യൂറബിൾ ആണ്, ആന്റി ബാക്ടീരിയൽ ആണ്, വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ കഴിയുന്നതാണ്.